ഹലോ. അപ്പോൾ ദേ നമ്മുടെ രണ്ട് മക്കളുടെ സർജറിക്ക് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കേട്ടോ. നമ്മൾ ലിസി ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി അവർക്ക് അഡിനോയിഡിൻ്റെ പ്രശ്നം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് സ്പ്രേ ഒക്കെ യൂസ് ചെയ്തിട്ടും സ്റ്റീറോയിഡ് മിക്സ് ചെയ്തിട്ടുള്ള സ്പ്രേ ഒക്കെ ആയിരിക്കും. അതൊക്കെ യൂസ് ചെയ്തിട്ടും നമുക്ക് അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്കാനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ടൈം നോക്കി അവരുടെ വെക്കേഷൻ ടൈം നോക്കി അങ്ങനെ വന്ന് സർജറിക്ക് അഡ്മിറ്റ് ആയതാട്ടോ. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ വന്ന് അഡ്മിറ്റ് ആയി. പിറ്റേ ദിവസമാണ് സർജറിക്ക് വേണ്ടിയിട്ട് ആളെ റെഡിയാക്കി നിർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഒരാളുടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുത്ത ആൾക്ക് സർജറി വരുന്നത്. രണ്ടുപേർക്കും നല്ല പേടിയുണ്ടായിരുന്നു. ആ സമയമായപ്പോഴേക്കും നല്ല പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഓൾറെഡി നമ്മൾ തിയേറ്റർ റൂമിലേക്കൊക്കെ ചെല്ലുമ്പോൾ എന്തായാലും കുട്ടികൾക്ക് പേടി ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. പിന്നെ ഇതൊരു തിയേറ്റർ പ്രൊസീജിയറാണ്, ഒരു മൈനർ പ്രൊസീജിയർ ആണെങ്കിൽ പോലും അത് തിയേറ്ററിൽ തന്നെയാണ് കേട്ടോ അത് ചെയ്യുന്നത്. അതിൻ്റേതായ രീതിക്ക് തന്നെ എല്ലാം ചെയ്യണം. അപ്പോൾ അവരുടെ വായിലൂടെ കുഴലൊക്കെ ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത്. ക്യാമറയും പോവും, പിന്നെ ഓപ്പറേഷൻ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സും ഒക്കെ പോയിട്ടാണ് ചെയ്യുന്നത്. ഓൾറെഡി അവർക്ക് എപ്പോഴും ജലദോഷവും ചുമയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുമായിരുന്നു ചെറുതിലേ തന്നെ. പിന്നെ അതൊക്കെ വന്നാലും അവർക്ക് കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. പിന്നെ നോസിനൊക്കെ നല്ല ഇൻഫെക്ഷനൊക്കെ വന്നായിരുന്നു കേട്ടോ മൂത്തയാൾക്ക്. പിന്നെ അവരുടെ ആ ഒരു ഫേസിൻ്റെ സ്ട്രക്ചർ തന്നെ മാറിപ്പോകും. നമുക്ക് ഈ മോണ പൊങ്ങും, പല്ല് പൊങ്ങും, പിന്നെ നമുക്ക് ഈ ചെവിയൊക്കെ കേൾക്കുന്നതിനുള്ള കുറവുകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പ്രശ്നം മൂലം നമുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ സർജറി ചെയ്തത്. അപ്പോൾ ഇത് സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇമേജാണ് കേട്ടോ. അവരുടെ വായിലുള്ള ക്യാമറ കിടത്തിയിട്ടുള്ളൊരു ഇമേജാണ്. ഇത് നമുക്ക് ഡോക്ടർ തന്നതാണ്. ഏകദേശം ഒരു 3 മണിക്ക് വേണ്ടിയിട്ട്, സർജറിക്ക് വേണ്ടിയിട്ട് അവർ 9 മണിക്ക് മുമ്പ് തന്നെ ഭക്ഷണവും കഴിച്ച് കഴിഞ്ഞ് വെള്ളമൊക്കെ അപ്പം തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. 9 മണിക്ക് ശേഷം അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ഏകദേശം ഒരാൾക്ക് തിയേറ്ററിൽ കയറ്റിയപ്പോൾ തന്നെ ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് 4:45 കഴിഞ്ഞായിരുന്നു. ആളുടെ പ്രൊസീജിയർ കഴിഞ്ഞ് 6 മണിക്ക് ശേഷമാണ് ഒക്കെയാണ് അടുത്ത ആളെ കയറ്റിയത് കേട്ടോ. അപ്പോൾ ആളെ കയറ്റി കഴിഞ്ഞ് പ്രൊസീജിയർ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവർ നമ്മളെ ഇൻഫോം ചെയ്യും. അത് കഴിഞ്ഞ് അവർ ICU ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. ICU ഷിഫ്റ്റ് ചെയ്ത് പിന്നെ അനസ്തീഷ്യയുടെ മയക്കം മാറി കഴിയുമ്പോൾ തന്നെ അവർ നമ്മളോട് ഐസ്ക്രീം ചോദിക്കും. അപ്പോൾ നമ്മൾ ഐസ്ക്രീം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവർ ഐസ്ക്രീം കൊടുത്തോളും. അത് കുറച്ച് ഐസ്ക്രീമാണ്. ഐസ്ക്രീം ഇടയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ എല്ലാ ഫുഡും അവർക്ക് കഴിക്കാം, പക്ഷേ എന്നാലും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇഡ്ഡലി, നമ്മുടെ കഞ്ഞി, അതുപോലത്തെ ഭക്ഷണങ്ങൾ, ചോറൊക്കെ കഴിക്കാം, പക്ഷെ വളരെ സ്ലോവിലി കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം കുറേ മണിക്കൂറുകൾക്ക് ശേഷം അവർ വെള്ളം പോലും കുടിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വളരെ സ്ലോവിലി. പിന്നെ നമുക്ക് ഈ ത്രോട്ടിൽ ഇതുപോലൊരു സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു മുറിവുണ്ടാവുമല്ലോ, ആ മുറിവിൻ്റേതായ ഒരു പെയിൻ എന്തായാലും അവർക്ക് ഉണ്ടാവും കേട്ടോ. കുറച്ച് ദിവസം അത് നിലനിൽക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് രാത്രിയായിരുന്നു ഞങ്ങൾക്ക് കുട്ടികളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. കുഴപ്പമൊന്നും ഉണ്ടായില്ല, അവർക്ക് സംസാരിക്കാനൊക്കെ പറ്റിയായിരുന്നു. പക്ഷെ എന്തായാലും അവരുടെ ആ ഒരു ത്രോട്ടിലുള്ള ഒരു പെയിൻ അവർക്കുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് ദിവസം നിൽക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അവരെല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ടായിരുന്നു, ഭക്ഷണമൊക്കെ ഓക്കെ ആയിരുന്നു. എല്ലാ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി, കഞ്ഞിയാണ് ആദ്യം കൊടുത്തിരുന്നത്. അന്നേരം നൈറ്റ് നമ്മൾ കുറച്ച് കഞ്ഞി കുടിച്ചുള്ളവർ, പിന്നെ ജ്യൂസ്, ഐസ്ക്രീം, ഇതൊക്കെയാണ്. അപ്പോൾ സർജറി കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസമാണ് കേട്ടോ നമുക്ക് ഡിസ്ചാർജ് പറഞ്ഞിരിക്കുന്നത്.